ഇവനെ ധരിപ്പിപ്പിൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ. മതി. നമുക്കറിയാം മുടിയനായ പുത്രൻ, അങ്ങനെ ഒരു പേര് ബൈബിളിലില്ല. നമ്മൾ ഇട്ട് വിളിച്ച പേരാണ് മുടിയനായ. പക്ഷെ അവനാ നല്ല പുത്രൻ. ആ വീട്ടിലെ നല്ല പുത്രൻ ആരായിരുന്നു? ആ മുടിയനായ പുത്രനാണ്. കാര്യം എന്താണ്? അവൻ അവകാശബോധമുള്ളവനായിരുന്നു. കുറവുണ്ട്, ബലഹീനതകളുണ്ട്, അറിവുകേടുകളുണ്ട്. പക്ഷേ അവൻ ആരായിരുന്നു? അവകാശബോധമുള്ളവനായിരുന്നു. അവനറിയാം ഞാൻ ആരാണ്? അവകാശിയാണ്. എൻ്റെ വീട്ടിലെ സമ്പത്ത് എൻ്റെ അവകാശമാണ്. അവൻ പറഞ്ഞു എനിക്ക് മുതൽ വേണം. അവൻ ധൈര്യത്തോടെ ചോദിച്ചു, എനിക്ക് എൻ്റെ മുതൽ, എൻ്റെ പങ്ക് എനിക്ക് വേണം. പിതാവ് മുതൽ പകുത്തു കൊടുത്തു. രാമൻ പറഞ്ഞാട്ടെ, പകുത്തു കൊടുത്ത മുതലുമായിട്ട് എനിക്ക് വേറൊരു സന്തോഷമുണ്ട് കേട്ടോ. ഞാനത് പറഞ്ഞോട്ടെ. എല്ലാവരുടെയും മുഖം കറക്റ്റായിട്ട് കാണാം കേട്ടോ. ഈ ഹാളിൻ്റെ പ്രത്യേകതയാണ്. എല്ലാവരുടെയും മുഖം എനിക്ക് മറ്റങ്ങനല്ല. ഒരാൾ തുടിൻ്റെ മറഞ്ഞിരിക്കും. ഇതങ്ങനല്ല. എല്ലാവരുടെയും മുഖം എനിക്ക് പക്കാ കാണാം കേട്ടോ. എല്ലാവരുടെയും ഒരു സ്വത്രം പറഞ്ഞാട്ടെ. ഇപ്പൊ ആർക്കും ഉറങ്ങാനൊക്കത്തില്ല കേട്ടോ. ഇനി ആരും ഉറങ്ങാന്ന് വിചാരിക്കണ്ട, കോട്ടുവായിടാന്ന് വിചാരിക്കണ്ട. എല്ലാവരെയും ഞാൻ കാണുന്നുണ്ട്. അതിലുപരി ദൈവം കാണുന്നുണ്ട്. നോക്കുക, അപ്പോൾ അവന് അവകാശബോധമുള്ളവനായിരുന്നു. അവൻ പറഞ്ഞു എൻ്റെ മുതൽ എനിക്ക് വേണം, ഞാൻ അവകാശിയാണ്. പിതാവ് മുതൽ പകുത്തു കൊടുത്തു. അവിടെ വായിക്കുന്ന പ്രത്യേക കാര്യമുണ്ട്. വരികൾക്കിടയിൽ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. ആ മുതൽ പകുത്ത് കിട്ടിയിട്ട് ആ മകൻ ആ വീട്ടിൽ തുടർന്നു. പെട്ടെന്ന് പോയില്ല. അവൻ ആ വീട്ടിൽ താമസിച്ചു. അല്പം കൂടെ സ്വരൂപിക്കുവാൻ അവന് കഴിഞ്ഞു. രാമൻ പറഞ്ഞാട്ടെ, അപ്പന്റെ ഭവനത്തിൽ നീ തുടർന്നാൽ അല്പം കൂടെ കിട്ടിയതല്ല, അല്പം കൂടെ സ്വരൂപിക്കുവാൻ നിനക്ക് കഴിയും. വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് കരം ചേർത്തടിച്ചാട്ട്. കിട്ടിയതല്ല, പിതൃസ്വത്തല്ല, പാരമ്പര്യ സ്വത്തല്ല, അല്പം കൂടെ സ്വരൂപിക്കുവാൻ നിനക്ക് കഴിയും. അതാണ് അപ്പന്റെ ആ അനുഗ്രഹം. രാമൻ പറഞ്ഞാട്ടെ, അപ്പൻ ആരാണ്? സ്വർഗത്തിലെ അപ്പനാ കേട്ടോ. ഹല്ലേലൂയ. ആ അപ്പന്റെ വീട്ടിൽ നീ തുടരണം. അല്പം പ്രയാസമാണ് അപ്പന്റെ വീട്ടിൽ തുടരുക. പക്ഷെ അവൻ തുടർന്നു. അവൻ എന്ത് പറ്റി? അല്പം കൂടെ സ്വരൂപിക്കുവാൻ അവൻ അവസരം കിട്ടി. പക്ഷേ ആ സ്വരൂപിച്ചതുമായിട്ട് അവൻ എന്ത് ചെയ്തു? അപ്പനെ വിട്ട് ദൂരത്തേക്ക് യാത്ര ചെയ്തു. എന്ന് അവൻ അപ്പനെ വിട്ടു പോയോ അന്ന് വരെ അവന്റെ ഗ്രാഫ് ഉയരങ്ങളിലേക്കായിരുന്നു. രാമൻ പറഞ്ഞാട്ടെ, അപ്പനെ വിട്ടുപോയ ദിവസം മുതൽ ഗ്രാഫ് എങ്ങോട്ടായി? നേരെ താഴോട്ടായി. നിന്റെ അപ്പനുമായിട്ട് ബന്ധപ്പെട്ട് പോയാൽ നിന്റെ ഗ്രാഫ് ഉയരങ്ങളിലേക്കാ. രാമൻ പറഞ്ഞാട്ടെ, പ്രാർത്ഥനയിൽ നീ നിർബാധം മുന്നോട്ട് പോയാൽ നിന്റെ ഗ്രാഫ് ഉയരങ്ങൾ, ലോകമയത്വങ്ങളിലേക്ക്, ജഡീകതകളിലേക്ക്, പൈശാചികതയിലേക്ക് നീ തരം താണു പോയാൽ നിന്റെ ഗ്രാഫ് താഴേക്ക്. പ്രിയമക്കളെ, എനിക്ക് വിളിക്കുന്ന ഓരോ കുടുംബത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയാനുണ്ട്. പല കാര്യങ്ങൾ. അവർക്ക് വീട് കിട്ടിയ കാര്യം, അവർക്ക് ജോലി കിട്ടിയ കാര്യം, വാഹനം കിട്ടിയ കാര്യം, അവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടിയ കാര്യം, കല്യാണം നടന്ന കാര്യം. എന്നാൽ ഇതിൻ്റെയൊക്കെ രത്നച്ചുരുക്കം ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഗ്രാഫ് ഉയരങ്ങളിലേക്കാണ്. വിശ്വസിക്കുന്നവർ കരം ചേർത്തടിച്ചാട്ട്. നീ ദൈവമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ നിന്റെ ഗ്രാഫ് ഉയരങ്ങളിലേക്ക്, നിന്റെ ഗ്രാഫ് അവന്റെ ഗ്രാഫ് താഴേക്ക് പോകാൻ തുടങ്ങി. എന്തുകൊണ്ട്? അപ്പനെ വിട്ട് അന്യപ്പെട്ടു പോയത് കൊണ്ട്. അല്പം കഴിഞ്ഞപ്പോൾ അവൻ ആരായി മാറി? പന്നികളെ മേയ്ക്കുന്നവനായി. ശ്രദ്ധിച്ചു കേക്ക്. ആടിനെ മേയിച്ച് നടന്നവൻ ആരായി മാറി? അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നാം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആടുമേയിച്ചു നടന്നവൻ ഇപ്പോൾ എന്ത് ചെയ്യുക? പന്നിയെ മേയ്ക്കുക. ഇതാണ് ഗതികേട്. ഈ നിലവാരങ്ങളിലേക്ക് ആരും തരം താണു പോകരുത്.
അപ്പന്റെ ഭവനത്തിൽ തുടരുക, പ്രാർത്ഥനയിൽ തുടരുക, വിശ്വാസത്തിൽ തുടരുക, അഭിഷേകത്തിൽ തുടരുക, കാഴ്ചപ്പാടുകളിൽ തുടരുക, വചനധ്യാനത്തിൽ തുടരുക. നിനക്കൊരു ഉയർച്ചയുണ്ട്, മാന്യതയുണ്ട്, നന്മയുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അവസാനം അവൻ ആരായി മാറി? പന്നികളെ മേയ്ക്കുന്നവനായി. അതും പോരാ, പന്നി തിന്നുന്ന വാളവര പോലും കിട്ടാത്തവനായി. കാര്യം എന്താണ്? അവിടുത്തെ യജമാനൻ നോക്കിയപ്പോഴത്തേക്ക് പന്നിയെല്ലാം മെലിഞ്ഞ് മെലിഞ്ഞ് വരുന്നു, ഇവൻ വീർത്ത് വീർത്ത് വരുന്നു. എന്താ പന്നി മെലിയുന്നത്? നോക്കിയപ്പോ എന്തുവാ? പന്നി തിന്നുന്ന വാളവരയായി. ഇപ്പൊ ആര് തിന്നുന്നത്? മുടിയനായ പുത്രൻ. മതി, നിന്റെ പണി മതി, നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. പണിയും പോയി. അപ്പോഴാണ് സുബോധം വന്നത്. യെസ്, ഞാൻ ആടുമേയിച്ച് നടന്നവനാണ്. എന്നാൽ അല്പം അഹങ്കാരം വന്നപ്പോൾ ഞാൻ ആരായി മാറി? പന്നി മേയ്ക്കുന്നവനായി. ഞാൻ വീട്ടിൽ തിന്നു കുടിച്ച് സുഖിച്ച് കിടന്നവനാണ്. ഇപ്പം പന്നി നിന്ന് വാളവരെ പോലും എനിക്കാരും തരുന്നില്ല. സുബോധം വന്നു. അവൻ അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. അവൻ്റെ വിചാരം എന്താണ്? എൻ്റെ അപ്പൻ എന്നെ വീട്ടിൽ കൈക്കൊള്ളത്തില്ല. കാര്യം എന്താണ്? അവനായിട്ടൊന്നും ആ വീട്ടിൽ ഇല്ല, എല്ലാം വാങ്ങി. പക്ഷേ ദൂരവേ മകനെ കണ്ട അപ്പൻ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അപ്പൻ ദാസന്മാരോട് പറഞ്ഞ വാക്കാണ് നാം വായിച്ചത്. എന്താണ് വായിച്ചത്? അപ്പൻ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിപ്പീൻ. മേൽത്തരമായ അങ്കി. ഇത് ആരുടെ കയ്യിലാണുള്ളത്? അപ്പൻ്റെ കയ്യിൽ. പന്നി മുതലാളിയുടെ കയ്യിലല്ല. ഒരമ്മൻ പറഞ്ഞാട്ടെ. യെസ്, നാട്ടുകാരൻ്റെ കയ്യിലല്ല, കള്ളപ്രവാചകന്റെ കയ്യിലല്ല. നിനക്കുള്ള അങ്കിയുള്ളത് സ്വർഗത്തിലെ അപ്പന്റെ കയ്യിലാണ്. മുകളിലേക്ക് തല ഉയരട്ടെ, മുകളിലേക്ക് തല ഉയരട്ടെ. പിതാവേ, നീ എന്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എന്റെ അപേക്ഷ കേൾക്കുന്നു അറിഞ്ഞു. ഇപ്പോൾ ചുറ്റും നിൽക്കുന്ന കേൾക്കാൻ വിളിക്കുന്നു. എന്റെ അങ്കി എനിക്ക് വരട്ടെ, എന്റെ അങ്കി എനിക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ. ഇതാ അപ്പൻ പറയാണ്, വേഗം മേൽത്തരമായ അങ്കി അവനെ ധരിപ്പിപ്പീൻ. മാത്രമല്ല, ഒരു പ്രത്യേകത എന്താണ്? അത് ധരിപ്പിക്കുവാൻ അവിടെ പ്രത്യേക ദാസന്മാർ ആർക്കുണ്ട്? അപ്പനുണ്ട്. രാമൻ പറഞ്ഞാട്ടെ, ഇന്ന് പകൽ നീ വചനം കേൾക്കുമ്പോൾ നിന്റെ അപ്പന്റെ ദാസൻ നിന്നെ വസ്ത്രം ഇന്ന് പകൽ നീ ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ തന്റെ ദാസനെ കൊണ്ട് നിന്നെ മേൽത്തരമായ അങ്കി ധരിപ്പിക്കുകയാണ്. സമാധാനത്തിന്റെ മേൽത്തരമായ അങ്കി, സൗഖ്യത്തിന്റെ മേൽത്തരമായ അങ്കി, നന്മയുടെ മേൽത്തരമായ അങ്കി. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. അവിടെ പറയുന്നു, ഒരാഴ്ച നോക്കട്ടെ, ഒരു മാസം നോക്കട്ടെ, ആണോ? വേഗത്തിൽ. പ്രിയമക്കളെ, ഈ ദൈവത്തിന്റെ പ്രവൃത്തിയെല്ലാം വേഗത്തിലാണ്. രാമൻ പറഞ്ഞാട്ടെ, ഇഴഞ്ഞഴിഞ്ഞ പരിപാടി ആർക്കില്ല? ദൈവത്തിനില്ല. വിശ്വസിക്കും മക്കളെ, വേഗത്തിൽ പെട്ടെന്ന് കാര്യങ്ങൾ മാറിമറിയും. പെട്ടെന്ന് നൊടിയിടയിൽ കണ്ണുമയ്ക്കും സമയത്തിനുള്ളിൽ മിന്നൽ പോലെ കാര്യങ്ങൾ മാറിമറിയും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി മുമ്പോട്ട് പോകാം. ലൂക്കോസ് 24-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. മതി, നോക്കുക. അവര് യേശുവിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് വല്ലാത്ത ആശങ്കയിലാണ്.
അവരിങ്ങനെ പറയുന്നു, ഇവരങ്ങനെ പറയുന്നു, മറ്റ് ഒരുപാട് ആശങ്കകളൊക്കെ ഉണ്ട്. പക്ഷേ അവർ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? മിന്നുന്ന വസ്ത്രം ധരിച്ച് രണ്ട് പുരുഷന്മാർ അരികെ നിൽക്കുന്നു. പ്രിയമക്കളെ, ഇന്ന് പകൽക്കാലം മിന്നുന്ന വസ്ത്രം. അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ മക്കളെ, നിനക്ക് ചുറ്റും ഒരുപാട് പേർ നിന്ദിക്കുന്നവരുണ്ട്, അഭിപ്രായം പറയുന്നവരുണ്ട്, തർക്കിക്കുന്നവരുണ്ട്, വാദിക്കുന്നവരുണ്ട്, കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ഇതൊന്നും കണ്ട് നീ ഭാരപ്പെടരുത്. നിന്റെ അടുത്ത് നിൽക്കുന്ന മിന്നുന്ന വസ്ത്രം ധരിച്ച ദൂതന്മാരെ കണ്ട് അകത്ത് ബലമുണ്ടാകട്ടെ. എത്ര പേർക്ക് മനസ്സിലായി? അവൻ ഞുള്ളി, അവൻ പിച്ചി, അവൻ അങ്ങനെ പറഞ്ഞു, ഞാൻ മരുന്നില്ല. ഇല്ല മക്കളെ, ഇതെല്ലാം നശിച്ചു പോകുന്ന മനുഷ്യന്റെ വാക്കുകളാണ്, അല്പായുസ്സുള്ള മനുഷ്യന്റെ വാക്കുകളാണ്. അത് കേട്ട് നിരാശപ്പെടരുത്. സ്വർഗത്തിലെ ദൈവം മിന്നുന്ന വസ്ത്രം ധരിച്ച ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. രാമേൻ പറഞ്ഞാട്ട് നിന്നെ ധൈര്യപ്പെടുത്തുവാൻ, നിനക്കുള്ള ദൂത് കൈമാറ്റം ചെയ്യുവാൻ, നിന്നെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ അവൻ മിന്നുന്ന വസ്ത്രം ധരിച്ച ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. വിശ്വാസ കണ്ണാൽ അവനെ കാണുന്നവർ കരങ്ങളെ ചേർത്തടിച്ച്. അവന് പറയാനുള്ളത് നെഗറ്റീവ് അല്ല, പോസിറ്റീവാ. അവൻ ഉയർത്തെഴുന്നേറ്റു. നിങ്ങൾ പറയുന്നു അവൻ മരിച്ചുവെന്ന്, നിങ്ങൾ പറയുന്നു അവൻ അടക്കപ്പെട്ടുവെന്ന്, നിങ്ങൾ പറയുന്നു അവനെ ഹല്ലേലൂയ റോമൻ മുദ്ര വെച്ചുവെന്ന്. എന്നാൽ ഞങ്ങൾ പറയുന്നു അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ഇവിടെ ഇല്ല, അവനെ വെച്ച സ്ഥലം ഇതാ വന്നു കാണുവിൻ. ഹല്ലേലൂയ. മിന്നുന്ന വസ്ത്രം ധരിച്ച ദൂതന്മാർ നിന്നോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. കേൾക്കുവാൻ നീ തയ്യാറുണ്ടോ? അങ്ങനെ തയ്യാറുള്ളവനാണ് ഈ മാറണമെങ്കിൽ നീ എന്ത് ചെയ്യണം? സുഗന്ധദ്രവ്യവുമായിട്ട് എവിടെ വരണം? കർത്താവിനെ കാണാൻ വരണം. രാമൻ പറഞ്ഞാട്ട് ഒരുക്കിയ സുഗന്ധവർഗവുമായിട്ട് നീ വരുമെങ്കിൽ നിന്നെ എതിരേൽക്കുന്ന ദൂതന്മാരുണ്ട്. പ്രാർത്ഥനയാകുന്ന, വിശ്വാസമാകുന്ന, വചനമാകുന്ന ഒരുക്കിയ സുഗന്ധവർഗവുമായി നീ ആലയത്തിൽ വരുമെങ്കിൽ നിന്നെ എതിരേൽക്കുന്ന ദൂതന്മാർ പറയുന്നു, ഭയപ്പെടേണ്ട. നിനക്ക് വേണ്ടി ഒരുക്കി ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. മുമ്പോട്ട് പോകാം. ലൂക്കോസ് 24:49 വാക്യം വായിച്ചാട്ട്. ധരിക്കണം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. അതെ, യേശു പുറപ്പെടുകയാണ്. എങ്ങോട്ട്? സ്വർഗത്തിലേക്ക്. മുന്നോടിയായി പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഉയരത്തിലെ ശക്തി ധരിക്കുവോളം എവിടെ പാർക്കണം? നഗരത്തിൽ പാർക്കണം. ദൈവം ഒരുക്കിയ നഗരത്തിൽ നീ കാത്തിരിക്കുമെങ്കിൽ, പ്രാർത്ഥനയോടെ പാർക്കുമെങ്കിൽ, വിശ്വാസത്തിന് വില കൽപ്പിക്കുമെങ്കിൽ, ഉയരത്തിലെ ശക്തി, പാതാള ശക്തിയല്ല, ഭൂമിയിലെ ശക്തിയല്ല, ഉയരത്തിലെ ശക്തി നിന്റെ മേൽ ധരിക്കപ്പെടും. അത് നീ ധരിക്കും. വിശ്വസിക്കുന്നവർക്കായി ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. പ്രിയമക്കളെ, നമുക്കെത്ര വാഗ്ദത്തങ്ങളുണ്ട്? 2600 പരം വാഗ്ദത്തമുണ്ട്. അതിൻ്റെ ഒരു നിക്ഷേപപാത്രം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ വായിച്ചു കാണും കഴിഞ്ഞ ദിവസം അല്ലേ? ഇന്ത്യയിൽ എത്രയോ ടൺ സ്വർണം കണ്ടുപിടിച്ചിരിക്കുന്നു അല്ലേ? വായിച്ചില്ലേ? ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്ത് അതിനേക്കാളൊക്കെ വിലയേറിയ സ്വർണം ഇതിനകത്തുണ്ട് കേട്ടോ. അതാണ് വാഗ്ദത്തങ്ങൾ. 2600 പരം വാഗ്ദത്തങ്ങൾ. എന്നാൽ ഈ പറയുന്ന വ്യക്തികൾക്ക് ഇതൊന്നും കിട്ടിയില്ല. ബൈബിൾ കിട്ടിയ അവർക്ക് കിട്ടിയൊരു വാഗ്ദത്തം എന്താണ്? ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. ഒരൊറ്റ വാഗ്ദത്തം. നിങ്ങൾ എൻ്റെ വചനം ഏറ്റെടുത്ത് ഈ നഗരത്തിൽ കാത്തിരിക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യും?
ഉയരത്തിലെ ശക്തി ധരിപ്പിക്കും. പാതാള ശക്തിയല്ല, ഭൂമി ശക്തിയല്ല, ഉയരത്തിലെ ശക്തി ധരിപ്പിക്കും. ഇത് ഏറ്റെടുത്ത ജനം മാളിക മുറിയിൽ കാത്തിരുന്നു. പലരും പറഞ്ഞു കാണും, ഇന്ന് 10ാം ദിവസമാണല്ലോ പോയിട്ട്, നിങ്ങൾ എന്തിനാ കുത്തിരിക്കുന്നത്, വേറെ ജോലി വല്ലതും നോക്ക്. അദ്ദേഹം പോയി, ഇനി വരാനൊന്നും പോകുന്നില്ല, നിങ്ങൾ പോയി വല്ല പണിയെടുത്ത് ജീവിക്കാൻ നോക്ക് എന്ന് പറഞ്ഞു കാണും അല്ലേ. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല, ഒരു വാഗ്ദത്തം അവശേഷിക്കുകയാണ്. ഒരു വാഗ്ദത്തം, ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. ഇത് പറഞ്ഞത് നമ്മുടെ അരുമനാഥനാണ്. ഓ ഉവ്വ് ഉവ്വ് എന്ന് വാക്കുള്ളവനാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും അവന്റെ വാക്കിന് മാറ്റമില്ല. അതുകൊണ്ട് ഞങ്ങൾ നിർബോധം കാത്തിരിക്കുകയാണ്. പ്രിയമക്കളെ, നമ്മളൊക്കെ ഒരു പ്രതീക്ഷയ്ക്ക് വക ഒരു കാര്യം കാണുമ്പോഴേ സമയബന്ധിതമായിട്ടാണ് കാര്യങ്ങൾ കാണുന്നത് അല്ലേ. ഒരു ഗൾഫിൽ പോകാനുള്ള അവസരം ഉണ്ടാകുന്നു, നമ്മൾ ഒരു വർഷത്തിനകത്ത് എന്ത് ചെയ്യും, വിസ കിട്ടും അല്ലേ. ഒരു കാലയളവ് നമുക്കെന്താ മനസ്സിലുണ്ട്. ചിലപ്പോൾ പേപ്പർ റെഡിയാകാൻ ചിലപ്പോൾ താമസം ഉണ്ടായിരിക്കാം, പക്ഷെ ഒരു കാലയളവ് നമ്മുടെ അകത്ത് ഉണ്ട്. പക്ഷേ ഇവരോട് യേശു പറഞ്ഞ കാലയളവ് 50ാം ദിവസം വരുമെന്ന് പറഞ്ഞോ പരിശുദ്ധാത്മാവ്? ഇല്ല, ഒരു കാലയളവും പറഞ്ഞില്ല. ഒരു വാഗ്ദത്തം മാത്രം. എന്താണ്? ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ. ആ നഗരം എന്നറിയാമോ നിങ്ങൾക്ക്? കൊല്ലാനും തിന്നാനും നിൽക്കുന്ന നഗരം. യേശുവിനെ ക്രൂശിച്ച നിങ്ങൾ അവിടെ തന്നെ ഇരിക്കണം, നിങ്ങളെ ആരും ഒരു ചുക്കും ചെയ്യത്തില്ല. അതിൻ്റെ അർത്ഥം അതാണ്. നിങ്ങൾ എൻ്റെ വാഗ്ദത്തം സ്വീകരിച്ച് എന്നെ ക്രൂശിച്ച അതേ നഗരത്തിൽ കാത്തിരിക്കണം. ബോൾഡായിട്ട് നെഞ്ചു വിരിച്ച്, എന്റേത് ഒരു യാഗമാണ്. നിന്റെ മരണത്തെ മാറ്റാൻ ഞാൻ മരിച്ചുവെങ്കിൽ നീ ജീവിക്കണം, തല ഉയർത്തി ജീവിക്കണം, ജയത്തോടെ ജീവിക്കണം. നഗരത്തിൽ തന്നെ കാത്തിരിക്കണം. പേടിച്ചോടണ്ട, ഗ്രാമങ്ങളിലേക്ക് പോകണ്ട. നീ എവിടെ ജനിച്ചോ അവിടെ തന്നെ നീ കാത്തിരിക്ക. അവിടെ നിനക്ക് വേണ്ടി ഒരു ഉയരത്തിലെ ശക്തി ഇറങ്ങി വരും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ കരം ചേർത്തടിക്ക്. ഒരിടത്തും ഓടിപ്പോകണ്ട, ആരിലും ആശ്രയിക്കണ്ട, പരാതി പറയണ്ട, ഇടക്കാലവാസത്തിന് പോകണ്ട, പ്രവാസിയാകണ്ട. നീ ആ പാർക്കുന്ന പട്ടണത്തിൽ നിന്നെ ഉയരത്തിലെ ശക്തി ധരിപ്പിച്ച് മാനിക്കുവാൻ ദൈവം ശക്തനത്രേ. മുമ്പോട്ട് പോകാം. റോമാലേഖനം 1-ാം അധ്യായം 28-ാം വാക്യം. റോമാലേഖനം 1-ാം അധ്യായം 28-ാമത്തെ വാക്യം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നിർകൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കണം. ഇതാണ് ഫെയ്ത്ത് ആൻഡ് പവർ ചർച്ച് പഠിപ്പിക്കുന്ന ഒരു പാഠം. ദൈവത്തെ പരിജ്ഞാനം. എന്താ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിയാമോ? പരിശുദ്ധനെ കുറിച്ചുള്ള ജ്ഞാനമാണ് പരിജ്ഞാനം. ഒരാമേൻ പറഞ്ഞാട്ടെ. ആ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കണം. ഞാൻ പറയാറുണ്ട്, 10-30 വർഷം തഴക്കവും പഴക്കവുമുള്ള പെന്തക്കോസ്താണ് ചോദിക്കും, ഒരു 10 ദൈവത്തിൻ്റെ വലിപ്പം പറ. എന്താ വലിപ്പം? അറിയത്തില്ല അവന്. സത്യമാണ് ഞാൻ പറയുന്നത്. അവനെ പഠിപ്പിച്ചിട്ടില്ല. അവനെ സങ്കീർത്തനം പഠിപ്പിച്ചു, സഭാപ്രമാണം പഠിപ്പിച്ചു, സൂപ്രണ്ടിനെ ആരാധിക്കാൻ പഠിപ്പിച്ചു. എന്ത് പഠിപ്പിച്ചില്ല? പരിജ്ഞാനം പഠിപ്പിച്ചില്ല. അവനറിയത്തില്ല. മക്കളെ, ദൈവത്തിന്റെ വലിപ്പം മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ അഭിഷേകം, ഏറ്റവും വലിയ വിശ്വാസം, ഏറ്റവും വലിയ സഭാംഗത്വം, ഏറ്റവും വലിയ മാന്യത, ഏറ്റവും വലിയ ഉയർച്ച. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കണം. ദൈവത്തിന്റെ വലിപ്പം നിന്റെ അകത്ത് നിറയണം. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സന്തോഷിക്കാനിടയായി. നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എവിടെയും കണ്ടിട്ട് ചെയ്യുന്നതല്ല. ഒരു അമ്മയും പറഞ്ഞാട്ടാ, ഞാൻ ഉള്ള പരമാർത്ഥം പറയുകയാണ്. ആ ഇന്ന സഭ ചെയ്യുന്നുണ്ട്, നമുക്കതിനെ കോപ്പി അടിക്കാം എന്നല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മളെ ഏൽപ്പിച്ച ചില ശുശ്രൂഷകളാണ്. അതിലൊന്നാണ് ദൈവത്തിൻ്റെ വലിപ്പം പറയുക.
അപ്പോൾ നമ്മൾ നിർബാധം കഴിഞ്ഞ 13 വർഷമായിട്ട് എന്ത് ചെയ്യുന്നു? ദൈവത്തിൻ്റെ വലിപ്പം വളരെ കുറച്ച് സഭകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സഭയെക്കുറിച്ച് കേട്ടു. അവിടെ എന്തുണ്ട്? ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത്. എന്താണ്? വിശ്വാസ പ്രഖ്യാപനം. വിശ്വാസ പ്രമാണമല്ല. എന്നാ പ്രമാണം? സ്നാനപ്പെടുക, മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, പിന്നെ അഭിഷേകം, അന്യഭാഷ പറയുക, കൂട്ടായ്മ അയക്കുക, വേർപാട്, ഇതൊക്കെ പ്രമാണമാണ്. ഇതല്ല, പ്രഖ്യാപനം. ദൈവം പറഞ്ഞത് അവരെന്ത് ചെയ്യാണ്? ആവർത്തിക്കുകയാണ്. ദൈവം പറഞ്ഞു നിങ്ങളുടെ ദുഃഖം സന്തോഷമാകും. അവർ ആവർത്തിക്കുകയാണ്. അതാണ് ഡിക്ലറേഷൻ ഓഫ് ഫെയ്ത്ത്. ചെറിയ സഭയൊന്നും അല്ല കേട്ടോ. പേരൊന്നും പറയുന്നില്ല, അങ്ങനെ സഭകളുടെ പേരൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. ആയിരക്കണക്കിന് പേർ കൂടുന്ന സഭയാണ്. ഇങ്ങനെ അമേരിക്കയിലാണ്. അവരെന്ത് ചെയ്യാണ്? ഓരോ കൂട്ടായ്മയിൽ എന്ത് പറയുകയാണ്? ദൈവത്തിൻ്റെ വലിപ്പം പറയുകയാണ്. നമ്മളും പറയുന്നു ദൈവത്തിൻ്റെ വലിപ്പം. സർവശക്തിയുള്ള ദൈവം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു പറഞ്ഞാട്ടെ, വാതുറന്ന് പറഞ്ഞാട്ടെ, അത്യുന്നതനായ ദൈവം, ഓ എന്തിനും എവിടെയും പ്രവൃത്തിയുള്ള ദൈവം, ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം. പ്രിയ മക്കളെ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയട്ടെ, എപ്പോഴൊക്കെ ഇങ്ങനെയുള്ള വിശ്വാസവാക്കും ദൈവത്തിന്റെ വലിപ്പവും പറയാൻ കഴിയുമോ അപ്പോഴൊക്കെ ഒരു വിശാലത, ഒരു ധൈര്യം വ്യാപരിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? ഉണ്ട്. ഒരു വിശാലത, ഒരു ധൈര്യം, ഒരു ബലം, നെഞ്ചു വിരിയുന്നത് പോലെ, തല ഉയരുന്നത് പോലെ, കാലൊക്കെ ഒന്ന് ബലപ്പെടുന്നത് പോലെ. അതാണ് ദൈവത്തിന്റെ വലിപ്പത്തിന്റെ പ്രത്യേകത. എപ്പോഴെങ്കിലും നിരാശപ്പെടുമ്പോൾ ധരിക്കണം, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കണം. ഞാൻ പോലീസിലായിരുന്നപ്പോൾ എനിക്ക് ആദ്യം ഒരു ജോലി കിട്ടി. തുടക്ക സമയമാണ്. അപ്പോൾ പത്തനംതിട്ടയിൽ നാരങ്ങാനം എന്ന സ്ഥലമുണ്ട്. എന്താ? നാരങ്ങാനം. അവിടെ പെന്തക്കോസ്തുകാരും ഹിന്ദുക്കളും തമ്മിൽ എന്തായി? ഒരു ക്ലാഷ് നടന്നു. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, പെന്തക്കോസ്തുകാരൻ ഒരാളുണ്ടല്ലോ, അയാളെ കൊണ്ടുവന്നിട്ട് അവിടെ പിക്കറ്റ് ഇട്ടേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനും ഒരു പോലീസ്, വേറൊരു പോലീസ്, ഞാൻ സാധാരണ പോലീസുകാരനാണ്, വേറെ ആളും കൂടെ അവിടെ പിക്കറ്റ് കിടക്കുകയാണ്. പിക്കറ്റ് ഇടുന്നപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ ഉണ്ടല്ലോ, മറ്റോ ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. അറസ്റ്റുകാർ മൊത്തം ഉണ്ട്, നമ്മൾ രണ്ടുപേരും മാത്രമേ. പിന്നെന്താണ്, കൂടെ പോലീസ് വണ്ടി വരും, ആഹാരമായിട്ട് വരും. അപ്പോൾ ഒരു ധൈര്യമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇടാ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാം. ഞാൻ അടുത്ത ഒരു കടയിൽ പോയിട്ട് അവനെ അവിടെ ഇരുമ്പൊക്കെ വെക്കുന്ന നല്ല അടിപൊളി ഒരു വാള് അവനെ കൊണ്ട് ഉണ്ടാക്കിച്ചു. കാരണം രാത്രി കിടക്കുന്നല്ലേ, ഒരു വാളുണ്ടാക്കി. എന്നിട്ട് തീർന്നില്ല കേട്ടോ, ഒരു പടച്ചട്ടയും ഉണ്ടാക്കി. അല്പക്കിർക്കുണ്ടായിരുന്നു കേട്ടോ, ഉള്ള കാര്യം പറയാലോ. കാര്യം എനിക്ക് രക്ഷപ്പെടണം. എനിക്കറിയാം ആ പടച്ചട്ട ധരിച്ചിറങ്ങിയാൽ എന്താ, വെട്ടുകൊള്ളത്തില്ല. അവൻ അറിയത്തില്ലെങ്കിൽ അവനെ കൊണ്ട് ഷീറ്റ് വെട്ടിച്ച് എന്ത് ചെയ്തു, ഒരു പടച്ചട്ട ഞാൻ ഉണ്ടാക്കി. അത് ധരിക്കേണ്ടി വന്നില്ല, അത് വേറെ കാര്യം. അത് കുറച്ചാൾ വീട്ടിലുണ്ടായിരുന്നു പടച്ചട്ട. അപ്പോൾ എനിക്കറിയാം ഈ പടച്ചട്ട ധരിച്ച് രാത്രിയിൽ ഇറങ്ങിയാൽ കുത്താൽ കൊള്ളത്തില്ല, വെട്ടിയാ വെട്ട. അതുപോലെ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്ക, ഒരു ശത്രുവും, ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്ക, ഒരു ശത്രുവിനും നിന്നെ ആക്രമിക്കുവാൻ കഴിയില്ല. ഒരു ബുള്ളറ്റിനും, ഒരു പടക്കത്തിനും, ഒരു വാളിനും, ഒരു ബോംബിനും നിന്നെ തകർക്കുവാൻ കഴിയില്ല. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുക. ഒരാമേൻ പറഞ്ഞാട്ടെ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. സമയം നോക്കാൻ നോക്കില്ല എങ്കിലും ഒന്ന് ഹല്ലേലൂയ. ഓക്കെ, മുമ്പോട്ട് പോകട്ടെ. വീണ്ടും റോമർ 13-ാം അധ്യായം 12-ാമത്തെ വാക്യം. റോമർ 13-ന്റെ 12-ാമത്തെ രാത്രി കഴിവാറായി, പകൽ അടുത്തിരിക്കുന്നു. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചു കൊള്ളുക. മതി. ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ച് കളഞ്ഞിട്ട് വെളിച്ചത്തിന്റെ ആയുധങ്ങളെ ധരിക്കണം. പടച്ചട്ടയും വാളും കുന്തവും ഒക്കെ എന്താണ്? ഇരുട്ടിന്റെ ആയുധങ്ങളാണ്. ചില സമയത്ത് അതൊന്നും ഉപകരിക്കത്തില്ല. ഒരമ്മയും പറഞ്ഞാട്ടെ. അതിന് പകരമായിട്ട്
വെളിച്ചത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കണം. എന്താണ് വെളിച്ചത്തിൻ്റെ ആയുധം? വിശ്വാസം, അഭിഷേകം, പ്രാർത്ഥന, കാഴ്ചപ്പാടുകൾ, ദർശനം, നീതി, ഹല്ലേലൂയ, ഭാവി പ്രത്യാശ. ഇതൊക്കെ വെളിച്ചത്തിന്റെ ആയുധങ്ങളാണ്. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത്. ഒരാമേൻ പറഞ്ഞാട്ട്. ഇരുട്ടുമായിട്ട് നമുക്കൊരു ഒരു ബന്ധവുമില്ല. അവിടെ പോയപ്പോഴത്തേക്ക് ഒരു കള്ളപ്രവാചകനെ കണ്ടു, അവനെ തോളത്ത് കൈയിട്ടു. അവിടെ കുറേ നാൾ കൂടി. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ കാണാൻ ഒരു ദുരുപദർശനെ കണ്ടു, അവന് തോളത്ത് കൈയിട്ടു. ആരെയും പിണക്കണ്ട, ആരെയും പിണക്കണ്ട. എല്ലാവരെയും ഇണക്കിയുള്ള ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. ഞാൻ പറയാറുണ്ട്, ഏറ്റവും വലിയ പഠിത്തം നോ പറയാൻ കഴിയുന്ന പഠിത്തമാണ്. എന്താണ്? എസ് അല്ല, നോ. ഒരു ഫോൺ കോൾ വരുന്നു, ഞാൻ ചോദിക്കട്ടെ, നോ പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയണം. അയ്യോ, അവരെന്താ വിചാരിക്കുക? എടുക്കാം. ആവശ്യമില്ലാത്ത ഫോണാ, ഈ സമയത്ത് വേണ്ട ഫോണല്ല. നോ പറയാൻ ഒക്കുവോ? അവിടെയാ നീ വിലയുള്ളവൻ, അവിടെയാ നീ വില. അല്ലാതെ അവനോട് കുഴപ്പമില്ല, 2 ഭാഗം അവനുള്ള വിഷമെല്ലാം കൂടെ വിത്തിട്ടതിന് ശാപം എല്ലാം കൂടെ നിനക്ക് വെക്കച്ച് കിട്ടും. രാമൻ പറഞ്ഞാട്ടെ, അത് മുഖാന്തരം വീട്ടിനകത്ത് അലങ്കോലം, അഭിപ്രായ വ്യത്യാസം, ഇരുട്ടിന്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത്. കഴിഞ്ഞ ദിവസം എനിക്കൊരു പ്രാർത്ഥനാ വിഷയം കിട്ടി, സന്തോഷം തോന്നി. വേറെ ആരുമല്ല, നമ്മുടെ ഒരു നമ്മുടെ ഒരു ആൻറ്റിയാണ്, പേര് പറയുന്നില്ല. പറഞ്ഞ അവർക്ക് വിളിച്ചു, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണേ. അവരുടെ കുടുംബത്തിൽ, എന്നെ മോളെ കെട്ടിച്ചു വിട്ട കുടുംബത്തിൽ ഒരു മന്ത്രവാദി പെണ്ണുമ്പിള്ളയുണ്ട്. അവർ നാളെ ഇങ്ങോട്ട് വരുന്നു, കഴിവതും അവർ വരരുത്. വന്നാൽ അവളുടെ കളിയൊന്നും നടക്കരുത്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. പുതിയ വീട് മേടിച്ചു, അപ്പോൾ വരാതിരിക്കാൻ ഒക്കുവോ? വന്ന് കയറുമ്പം ഓടിക്കാൻ ഒക്കുവോ? ഇല്ല. പക്ഷേ ഞാൻ കർത്താവേ, ആ പിശാചിനെ കെട്ടി പ്രാർത്ഥിക്കുന്നു, ആ ഇരുട്ടിനെ കെട്ടി പ്രാർത്ഥിക്കുന്നു. അവളുടെ പദ്ധതി ഒന്നും നടക്കരുത്. ദൈവപ്രവൃത്തി ആ കുടുംബത്തിൽ ഉണ്ടാകട്ടെ. സമാധാനത്തിന് ഭംഗം വരുന്ന ഒന്നും ആ ഭവനത്തിൽ ഉണ്ടാകരുത്. ദുഷ്ടന്റെ പ്ലാനുകളെ യേശുവിന്റെ നാമത്തിൽ റദ്ദുചെയ്യുന്നു. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്. എന്ത് ധരിക്കണം? വെളിച്ചത്തിന്റെ വസ്ത്രം ധരിക്കണം. അതിലുപരി ദൈവത്തെ ധരിക്കണം. ദൈവം ആരാണ്? വെളിച്ചമാണ്, അന്ധകാരമല്ല. എപ്പോഴും ആഗ്രഹമുണ്ടാകണം, അന്ധകാരം തോൽക്കട്ടെ, വെളിച്ചം ജയിക്കട്ടെ. പറഞ്ഞോട്ടെ, അന്ധകാരം തോൽക്കട്ടെ. എൻ്റെ പട്ടണത്തിൽ അന്ധകാരം, അത് ഇസങ്ങളാണെങ്കിലും, അത് എന്ത് മദ്യമോ എന്തു ആയിക്കോട്ടെ, അന്ധകാരം തോൽക്കട്ടെ, വെളിച്ചം ജയിക്കട്ടെ. പറഞ്ഞോട്ടെ, അന്ധകാരം തോൽക്കട്ടെ, വെളിച്ചം ജയിക്കട്ടെ. വെളിച്ചം കരങ്ങളെ ചേർത്തടിച്ച് ഹല്ലേലൂയ. വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിക്കും. വീണ്ടും റോമാലേഖനം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. കർത്താവ് യേശുക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവീൻ. ആരെ ധരിക്കണം മക്കളെ? ഇതുപോലെ വസ്ത്രം വേറെയില്ല. ഞാൻ പഠിപ്പിക്കാറുണ്ട്, സ്നാനത്തിൽ എന്ത് ചെയ്യാണ് നമ്മൾ? അവനെ ധരിക്കുകയാണ്. ഒരു പുതിയ കോട്ട്. ബാക്കിൽ കേൾക്കാൻ നോക്കുന്നുണ്ടല്ലോ അല്ലേ? ബാക്കിൽ അല്ലേ? ഇല്ലെങ്കിൽ പറയണം. ഒരു പുതിയ കോട്ട് നമുക്ക് കിട്ടിയ ആ കോട്ടിൻ്റെ പേരെന്താണ്? യേശുക്രിസ്തു എന്ന കോട്ട്. ഒരാമേൻ പറഞ്ഞാട്ടെ, അതിനെ ധരിക്കണം. ആരെങ്കിലും സ്നാനപ്പെടാത്തവരായിട്ടിരിക്കുന്നുവെങ്കിൽ വേഗത്തിൽ സ്നാനപ്പെടുക. നിനക്കൊരു കോട്ട് കിട്ടുകയാണ്. യേശുക്രിസ്തു എന്ന കോട്ട്, ബുള്ളറ്റ് പ്രൂഫിനേക്കാൾ പവർഫുൾ ആയ കോട്ട്, ദുഷ്ടന്റെ എല്ലാ തീയമ്പുകളെയും തടുക്കുന്ന കോട്ട്. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ശക്തിയോടെ സ്തുതിക്കട്ടെ. മുമ്പോട്ട് പോകാം. വീണ്ടും 1 കൊരിന്ത്യർ 15:49 വാക്യം. 1 കൊരിന്ത്യർ 15:49. ആ 1 കൊരിന്ത്യർ വായനക്കാരൻ പോയോ? നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സ്വർഗീയന്റെ പ്രതിമ ധരിക്കണം. ഒരമ്മയും പറഞ്ഞാട്ടെ, സ്വർഗീയന്റെ പ്രതിമ ധരിക്കണം.
മണ്ണുകൊണ്ടുള്ള അവൻ്റെ പ്രതിമ ധരിച്ചു. അതാരാണ്? ആദാം. അത് നമ്മളെ എന്താക്കി മാറ്റി? മരണത്തിലേക്ക് കൊണ്ടുപോയി. എന്നാൽ വിപരീതമായിട്ട് എന്ത് ധരിക്കണം? മരണമില്ലാത്ത സ്വർഗീയവന്റെ പ്രതിമ ധരിക്കണം. ഒരാമേൻ പറഞ്ഞാട്ടെ. വീണ്ടും മുമ്പോട്ട് പോകാം. ഒന്ന് കരുതി അതേ അധ്യായം, അതേ പുസ്തകം, അതേ അധ്യായം 54-ാമത്തെ വാക്യം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ മതി. അമർത്യത്തെ ധരിക്കണം. ഒരാമേൻ പറഞ്ഞാട്ടെ. എന്താ അമർത്യം എന്ന് പറഞ്ഞാൽ? മരണമില്ലാത്തതിനെ ധരിക്കണം. പ്രിയമക്കളെ, ഞാനിവിടെ എപ്പോഴും പറഞ്ഞൊരു വാക്യമുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന ഒരു നാളും മരിക്കയില്ല. ഞാൻ കൂടെ കൂടെ പ്രസംഗിക്കാറുണ്ട്, നിങ്ങൾ കർത്താവിൽ തുടർന്നാൽ നിങ്ങൾക്ക് മരണമില്ല. എന്തോ പാസ്റ്ററെ പറയുന്നത്? എപ്പോഴും 80-85 ആൾ മരിക്കത്തില്ലേ? ഇല്ല. എൻ്റെ ഭാഷ ഇപ്പോഴും അത് തന്നെയാണ്. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് മരണമില്ല. അത് ഞാൻ പറഞ്ഞ വാക്കല്ല, യേശു പറഞ്ഞ വാക്കാണ്. പക്ഷെ ഒരു രോഗം വരുമ്പോൾ വിശ്വാസം എന്ത് ചെയ്യും? ചോരും. ബലൂണിനകത്ത് സൂചി കുത്തുന്ന പോലെ എന്ത് ചെയ്യും? അങ്ങനെ ചോരാത്തൊരു വിശ്വാസം നേടിയെടുക്കണം. ഒരാമേൻ പറഞ്ഞാട്ടെ. ആര് കുത്തിയാലും ബലൂൺ പോലെ പൊട്ടിപ്പോകാത്ത ഒരു വിശ്വാസം, ഒരു ഉറപ്പുള്ള വിശ്വാസം, ഒരു ബലാത്കാര വിശ്വാസം നിന്റെ അകത്ത് വേണം. അമർത്യത്തെ ധരിക്കണം. അത് നിങ്ങളുടെ കാഴ്ചപ്പാടുകളിലാണ് അത് സംഭവിക്കേണ്ടത്. ഓ, എന്തായാലും മരിക്കും പാസ്റ്റേ, ഇനിയിപ്പോൾ അധികം നാളൊന്നും ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് നീ പറയുമെങ്കിൽ നീ മർത്യത്തെ ധരിക്കുകയാണ്. നീ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? കൂടെ കൂടെ ചാണകം ചാണകം ചാണകം. എന്താ ചാണകം? ചാകണം, ചാകണം, എനിക്ക് ചാകണം. ഒരു വഴക്കിട്ട ഉടനെ പറയും, ഇപ്പം ഞാൻ മരിക്കും, ഇപ്പം മരിക്കും. പേടിപ്പിക്കുക. അത് നെഗറ്റീവാണ്. അങ്ങനെ പറയുമെങ്കിൽ നീ എന്ത് ധരിക്കുകയാണ്? മരണത്തെ ധരിക്കുകയാണ്. നീ പറയണം, ഞാൻ മരിക്കുകയില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. പറഞ്ഞാട്ടെ. ഏറ്റവും നല്ല വിശ്വാസവാക്കാണ്, ഞാൻ മരിക്കുകയില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ മരിക്കുകയില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. മക്കളെ, നിങ്ങളുടെ ഭാഷയെ നിങ്ങൾ തിരുത്തണം. നിങ്ങളുടെ ശൈലിയെ നിങ്ങൾ തിരുത്തണം. നിങ്ങളുടെ കുടുംബ സംസ്കാരത്തെ നിങ്ങൾ തിരുത്തണം. എന്താ കുടുംബ സംസ്കാരം? എന്ത് കേട്ടാലും നെഗറ്റീവ് പറയത്തുള്ളൂ. ചോദിച്ച പെന്തക്കോസ്ത് കുടുംബമാണ്, 50-60 വർഷം പഴക്കമുണ്ട്. എന്ത് കണ്ടാലും നെഗറ്റീവ് പറയത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരാളുടെ കാര്യം ഞാൻ പറയാം. ഇവിടെ ഉള്ള ആളല്ല, ദൂരെ കാസർഗോഡുള്ള കാര്യമാണ്. അടുത്തൊരു സ്ഥലം, അവിടെ പാർക്ക് ചെയ്തുകൊണ്ടിരുന്ന പാർക്കിങ്. ആ പാർക്ക് സ്ഥലം ഒരാൾ അങ്ങ് മേടിച്ചു. അപ്പം ആൾ പറയാ, ഇനി എവിടെ പാർക്ക് ചെയ്യും? പറയേണ്ടത് എന്താണ്? ദാ നമുക്കുള്ള പാർക്കിംഗ് പ്ലേസ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് പറയേണ്ടത്. എനിക്ക് വേണ്ടി, എല്ലാം എനിക്ക് വേണ്ടി. ഞാൻ ഈ റെയിൽവേ പണിയിപ്പെടുമ്പോൾ ഞാൻ വിളിച്ചു പറയും, എനിക്ക് വേണ്ടി, എനിക്ക് വേണ്ടി. നോക്ക്, ഇവിടെ നിന്ന് കാണാം കേട്ടോ. ഇതുകൊണ്ട് ട്രെയിൻ കിടക്കുന്നുണ്ടോ? കാണാവോ? ഒരു 100 മീറ്റർ പോലും ഇല്ല. എത്ര വിലപ്പെട്ട സ്ഥലമായത് നോക്കേ. പക്ഷേ മുമ്പൊന്നും കാണാൻ ഒക്കത്തില്ല, കുറേ മരങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഇവിടെ വന്നപ്പോൾ മരമെല്ലാം വെട്ടി, അന്ധകാരം മാറി, വെളിച്ചം പ്രകാശിച്ചു. ഞാൻ കൂടെ കൂടെ പറയും, ആ റെയിൽവേ സ്റ്റേഷൻ എന്റേത്, എന്റെ പേരിട്ടു ഞാൻ, ഡോക്ടർ ബിനു ജോസ് ചാക്കോ ടെർമിനൽ. അവിടെ MP കേട്ടാ എന്നെ ഓടിച്ചിട്ടിരിക്കും. എന്താ പേരിട്ട്? ബിനു ജോസ് ചാക്കോ ടെർമിനൽ. ഇതൊക്കെ വിശ്വാസത്തിന്റെ ഭാഷയാണെന്ന്. ഒരു കാര്യം കണ്ടാൽ അതിന്റെ പോസിറ്റീവ്നെസ് പറയണം. ആ സ്ഥലം റെഡിയായി കിടക്കുന്നു, അതെ, നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ അവസരങ്ങളെ കർത്താവ് ഒരുക്കാൻ പോകുന്നു. എല്ലാം എനിക്ക് വേണ്ടി, എല്ലാം എനിക്ക് വേണ്ടി, എല്ലാം എനിക്ക് വേണ്ടി. ഞാൻ അമേരിക്കയിൽ 6 മണിക്കൂർ യാത്ര ചെയ്യണം, സിയാറ്റിൽ. അവിടെയാണ് ബോയിങ് വിമാനം ഉണ്ടാക്കുന്നത്. അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ബോയിങ് വിമാനം ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയി കാണാം. ഞാൻ പറഞ്ഞു, ഓക്കെ, നല്ല സന്തോഷമുള്ള കാര്യമാണ്, വിമാനം ഉണ്ടാക്കുന്ന സ്ഥലം. ഞങ്ങൾ പോയി ടിക്കറ്റ് എടുത്തു.
ആദ്യം ഒരു ലെക്ചറൊക്കെ ഉണ്ട്, എന്തിനാ ചെയ്യണം, ഇവിടെ പോകണം, ഇവിടെ ആരും പിടിക്കരുത്, ഇവിടെ തുടരുത് എന്നൊക്കെ പറയും. ചെന്നു വലിയ ബോയിങ് വിമാനം ഉണ്ടാക്കുകയാണ്. അവസാന ഘട്ടത്തിലേക്ക് വന്നു. ഞാൻ നോക്കിയപ്പോൾ കാണാം ഒരു വിമാനം തൊടുന്നു പൊങ്ങുന്നു. ചോദിച്ചു എന്താ? ട്രയൽ റണ്ണ് നടക്കുകയാണ്. എന്താണ്? അങ്ങനെ കുറെ ഓടിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, വിമാനം വിൽക്കുന്നത്. അവിടെ ഞാൻ നോക്കിയപ്പോൾ കാണാം നല്ല വില കൂടിയ കസേരകൾ റെഡിയാക്കുന്നു. എന്തിനാ? ഫസ്റ്റ് ക്ലാസ്സുകാരൻ ഇരിക്കാൻ, ബിസിനസ് ക്ലാസ് ഇരിക്കാൻ. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തിട്ട് അങ്ങോട്ട് കയറ്റിയേക്കുന്നത്. അവിടുന്ന് അനങ്ങാനൊക്കത്തില്ല. അപ്പോഴും ഞാൻ പറയുക എനിക്ക് വേണ്ടി എല്ലാ സംവിധാനങ്ങളും എനിക്ക് വേണ്ടി, എല്ലാ നന്മകളും, ഇങ്ങനെയുള്ള പോസിറ്റിവിനെസ്സിലേക്ക് നിങ്ങൾ മടങ്ങി വരട്ടെ. വിശാലതയുണ്ടാകട്ടെ, ഇടുങ്ങിയ ചിന്താഗതികൾ മാറട്ടെ. ഒരു പേപ്പർ വാർത്ത കേട്ടാൽ, ഒരു കാര്യം കണ്ടാൽ അതിന്റെ പോസിറ്റീവ്നെസ് പറയണം. ശ്രദ്ധിച്ച് കേൾക്ക. അവിടെയാണ് നിന്റെ വിടുതൽ. നീ ആ പോസിറ്റീവ് വാക്ക് പറയുമെങ്കിൽ അതിന്റെ 1% നിനക്ക് കിട്ടിയിരിക്കും. ഒരാമേൻ പറയാൻ കഴിയുമോ? 100 വേണ്ട, അതിന്റെ 1%. പ്രിയമക്കളെ, ഞാൻ ചോദിക്കട്ടെ, റെയിൽവേക്ക് ഞാൻ പേരിട്ടു. ഈ റെയിൽവേയുടെ വരുമാനത്തിന്റെ 1% കിട്ടി എത്ര നിങ്ങൾക്ക് അറിയാമോ? കോടികൾ കാണും ഇല്ലേ? പറയുന്നതിന് വല്ല ചെലവുണ്ടോ? തുപ്പല് പുറത്തു പോകുന്നേ ഉള്ളൂ. ഒരു ചെലവുമില്ല. ലഭിക്കുന്നതോ അസാധാരണമായത്. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാട്ടെ. ഒരു പോസിറ്റീവ്നെസ് അകത്തേക്ക് വിതയ്ക്കുകയാണ് ഞാൻ. പറയുക, എൻ്റെ ദുഃഖം സന്തോഷം എല്ലാം എനിക്ക് വേണ്ടി, എല്ലാ കാര്യങ്ങളും മാറി മറിയും, നിയമങ്ങൾ മാറി മറിയോ, ഭരണങ്ങൾ മാറി മറിയും, എല്ലാം എനിക്ക് അനുകൂലമായി മാറും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വേഗത്തിൽ പോകട്ടെ. അതേ പുസ്തകം 5-ാം അധ്യായം 3-ാമത്തെ വാക്യോട് വായിക്കാം. സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. സ്വർഗീയ പാർപ്പിടം മീതെ ധരിക്കണം. ഒരാമേൻ പറഞ്ഞാട്ടെ. അതാണ് ഭാവി പ്രത്യാശ. ഹല്ലേലൂയ. അകത്ത് ഒരു വസ്ത്രമുണ്ട് നമുക്കല്ലേ? നമുക്കെല്ലാം അകത്തൊരു വസ്ത്രമുണ്ടോ? ഉണ്ട് അല്ലേ? മുകളിലൊരു വസ്ത്രമുണ്ട്. ഞാനിപ്പോൾ 4 വസ്ത്രം ധരിച്ചിട്ടുണ്ട്. 4 വസ്ത്രം. 1 2 3 ആയിക്കോട്ടെ. എല്ലാവരും മിക്കവാറും അങ്ങനെയാണ് അല്ലേ? കാര്യം എന്താണ്? എന്നാൽ പുറത്തെ വസ്ത്രമാണ് എല്ലാവരും കാണുന്നത്. ഒരമ്മയും പറഞ്ഞാട്ടെ, പുറത്തെ വസ്ത്രമാണ് അല്പം കൂടെ വില കൂടിയത്. ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? ഹല്ലേലൂയ. സ്വർഗീയ പാർപ്പിടം മീതെ ധരിക്കണം. എൻ്റെ അർത്ഥം എന്തെന്നറിയാമോ? ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. കഷ്ടപ്പാടുണ്ട്, പരാജയങ്ങളുണ്ട്, മരണമുണ്ട്. ഇതെല്ലാം അകത്തെ വസ്ത്രമായിരിക്കണം. പുറത്തെ വസ്ത്രം എന്താണ്? ഹല്ലേലൂയ. സ്വർഗീയ പാർപ്പിടം. ഒരാമേൻ പറഞ്ഞാട്ടെ. ഞാൻ നോക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ആ വാചകം തന്നെ പറയണം. അതുകൊണ്ടാണ് ഞാൻ ആ ബുക്കിലേക്ക് നോക്കുന്നത്. എന്ത്? സ്വർഗീയ ഭാവി പ്രത്യാശ. ഇവിടുത്തെ വീട് ഇടിഞ്ഞു പോകും, ഇടിയാത്തൊരു വീട് ദൈവം ഒരുക്കുന്നുണ്ട്. ഒരമ്മൻ പറഞ്ഞാട്ടെ, ഇവിടുത്തെ വീട് പഴകിപ്പോകും, പുഴുവെടുക്കും. ഞാൻ ഓർക്കാറുണ്ട്, വില കൂടിയ പ്ലാവ് മേടിച്ചാണ് ഞങ്ങൾ വീട്ടിലെ കഥ ഇട്ടത്. വില കൂടിയ പ്ലാവ്. ഇപ്പോഴും എല്ലാ ദിവസവും ബാത്റൂമിൽ പോയിട്ട് വരുമ്പോൾ കാണാം കുറേ പൊടി അവിടെ കിടക്കും. എന്താണ്? ചതിലെടുത്ത് പൊടി കിടക്കുകയാണ്. വില കൂടിയതാ. ഇതെല്ലാം ചതിലരിച്ചു പോകും. പക്ഷേ സ്വർഗീയ ഭവനം അത് ചതിലരിക്കുന്ന ഭവനമല്ല, പഴകിപ്പോകുന്ന ഭവനമല്ല, തുരുമ്പിക്കുന്ന ഭവനമല്ല. അത് മീതെ ധരിക്കണം. എപ്പോഴും ഒരു പ്രത്യാശയുണ്ടാകട്ടെ. ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിലും എന്റെ അരിമനാഥൻ സ്വർഗത്തിൽ ഒരു പാർപ്പിടം ഉണ്ടാക്കുന്നു. കൈപ്പണിയല്ലാത്തൊരു സൗധം എനിക്ക് ഒരുക്കുന്നുണ്ട്. മുത്തുമണി മാളിക എൻ പ്രിയൻ തരും, ഞാനതിൽ വിശ്രമിക്കും. മുത്തുമണി മാളിക എൻ പ്രിയൻ തരും, ഞാനതിൽ വിശ്രമിക്കും. വേണ്ട 2 കൊരിന്ത്യർ 6-7 വാക്യത്തിലേക്ക് പോകാം. വേഗത്തിൽ ഞാൻ പറഞ്ഞു നിർത്തോട്ടെ. 2 കൊരിന്ത്യർ 6-7.
നിർവ്യാജ സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട്. നീതിയുടെ ആയുധങ്ങൾ ധരിക്കണം. എന്താ? നീതിയുടെ. അനീതിക്ക് കൂട്ടു നിൽക്കരുത്. എത്ര കോടി തരാമെന്ന് പറഞ്ഞാലും അനീതിക്ക് കൂട്ടു നിൽക്കരുത്. വിസ കച്ചവടത്തിന് കൂട്ടു നിൽക്കരുത്. ബ്രാക്ക് കിട്ടും. കള്ള കോൺട്രാക്ട് കൂട്ടു നിൽക്കരുത്. കള്ളു കച്ചവടക്കാരന് കൂട്ടു നിൽക്കരുത്. അനീതിക്ക് കൂട്ടു നിൽക്കരുത്. നീതി ധരിക്കണം. നീതിയുടെ വസ്ത്രം ധരിക്കണം. ഒരമ്മയും പറഞ്ഞാട്ട് ആൾക്കാർ പറയണം, അവനെ കൂട്ടണ്ട, അവനെ കൂട്ടിയാൽ കള്ളത്തരം നടക്കത്തില്ല എന്ന് നിന്നെ കുറിച്ച് പറയണം. ഒരമ്മയും പറഞ്ഞാട്ട് അവനെ കൂട്ടരുത്, അവനെ കൂട്ടരുത്, അവനെ കൂട്ടരുത്, കൊള്ളത്തില്ല. ഞാൻ കോവളം SI ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒരു കാറ് എൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് വന്നു നിന്നു. നോക്കിയപ്പോൾ എനിക്കറിയാം അവിടുത്തെ വലിയ പ്രമാണിയാണ്. കോവളം കടപ്പുറത്ത് 8-9 നില പൊക്കമുള്ള ഹോട്ടലുള്ള വ്യക്തിയാണ്. കയ്യിൽ എന്തോ ഒരു കവറുമുണ്ട്. വന്ന് അകത്തോട്ട് കയറി സെറ്റിൽ അങ്ങിരുന്നു. നമുക്ക് കൂടാം. എന്തോ കൂടാന്ന്? ബോട്ടിലുണ്ട് കൂടാന്ന്. ഞാൻ പറഞ്ഞു, സോറി, ഞാൻ മദ്യപിക്കത്തില്ല. അയാൾ പോയിട്ട് പറഞ്ഞു, SI കൂട്ടുകൂടാൻ കൊള്ളത്തില്ല. എന്ത് കൊള്ളത്തില്ല? SI കൂട്ടുകൂടാൻ. അതാണ് നിന്നെ കൊണ്ട് പറയിക്കേണ്ടത്. അനീതിക്ക് കൂട്ടു നിൽക്കുന്നവനല്ല, ഓ നീതിയുടെ വസ്ത്രം ധരിക്കുന്നവൻ. ഒരമയം പറഞ്ഞാട്ട് അത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണോ നീതി അവിടെ വേണം നിൽക്കുവാൻ. എത്ര പണം തന്നാലും അനീതിയുടെ വസ്ത്രം ധരിക്കരുത്. ശപിക്കപ്പെട്ടു പോകും. ഇതെല്ലാം വളരെ ബഹുദൂരം ചില കാര്യങ്ങൾ കണ്ടത് കൊണ്ടാണ് പറയുന്നത്. അനുഭവത്തിൻ്റെ അടിസ്ഥാനം. ചില പ്രവാചകന്മാർ, ചില പാസ്റ്റർമാർ നിങ്ങൾ അറിവിലേക്ക് ഒരു കാര്യം പറയുകയാണ്. സ്ഥലമൊന്നും ഞാൻ പറയത്തില്ല. ഒരു പാസ്റ്റർക്ക് മകനൊരു കമ്പ്യൂട്ടർ വേണം. അപ്പോൾ എല്ലായിടത്തും വിളംബരം. അന്ന് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ 50,000 രൂപ വിലയുണ്ട്. ഞാനും കൊടുത്തു. ഇല്ലെന്ന് പറഞ്ഞില്ല, 250 രൂപ ഞാൻ കൊടുത്തു. കള്ള കോൺട്രാക്ടർ എന്ത് ചെയ്തു? കൊണ്ടുപോയി കൊടുത്തു. അവസാനം പറഞ്ഞു, ഗവൺമെൻറ് ജോലിക്കാർ 250 തന്നത്. കള്ള കോൺട്രാക്ട് എത്ര തന്നു? 2,000 രൂപ അല്ല 5,000 രൂപ നമ്മൾ ഇടിച്ച് താഴ്ത്തിക്കൂടെ ചെയ്തു. നിങ്ങൾക്കറിയാമോ സംഭവിച്ച കാര്യം? സൈബർ കേസിൻ്റെ 1ാമത്തെ കേസ് ആ കമ്പ്യൂട്ടറിൽ ഒരു പാസ്റ്റർക്കെതിരെ ആ പാസ്റ്ററുടെ മകൻ അയച്ചൊരു കള്ള മെസ്സേജാണ്. സൈബർ കേസിൻ്റെ 1ാമത്തെ കേസ്. ഇന്ന് ആയിരക്കണക്കിന് കേസായി. ഇന്ന് മറ്റേ കേസിൽ സൈബർ കേസാണ് കൂടുതൽ. കാരണം മൊബൈൽ പോയി, മറ്റേ മോടിച്ചുകൊണ്ട് പോയി, പിന്നെ മറ്റേ ദുഷ്കീർത്തി ഇതെല്ലാം ഉണ്ട്. ഫസ്റ്റ് കേസ് എന്നറിയാമോ? ഒരു പാസ്റ്ററുടെ മകൻ മറ്റൊരു പാസ്റ്ററെ അപകീർത്തിപ്പെടുത്തി അയച്ച മെസ്സേജിൽ എടുത്ത കേസാണ്. ഏത് കമ്പ്യൂട്ടറിൽ? കള്ള കോൺട്രാക്ടർ കൊടുത്ത പണം ഉപയോഗിച്ച് മേടിച്ച കമ്പ്യൂട്ടറിൽ. വളരെ ദൂരക്കാഴ്ച വേണം ഓരോ കാര്യങ്ങളിൽ. ശപിക്കപ്പെട്ടു പോകും. നീതിയുടെ വസ്ത്രം ധരിപ്പീൻ. നീതിയുടെ വസ്ത്രം. എപ്പോഴും നീതിയുടെ ഭാഗത്ത്. അനീതിയുടെ പണം എനിക്ക് വേണ്ട. എത്ര കോടിയാണെങ്കിലും അനീതിയുടെ പണം എനിക്ക് വേണ്ട. നീതിയുടെ വസ്ത്രം ധരിച്ച് നീതിമാനായ ദൈവത്തിന്റെ അനുഗ്രഹം എനിക്ക് മതി. വിശ്വസിക്കുന്നവർ ഒന്ന് കരം ചേർത്തടിച്ച് ശക്തിയോടെ സ്തുതിക്കട്ടെ. മക്കളെ, എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇത്രയും വർഷം ഈ കർത്താവിന് മിനിസ്റ്റർ നടത്തിയിട്ട് ഇങ്ങനെ പ്രസംഗിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. പലരും എൻ്റെ കൂടെ വന്ന പലരും അനീതിയുടെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരായി മാറിയപ്പോൾ കൃപയാൽ, അഹങ്കാരമല്ല, കഴിവല്ല, മിടുക്കല്ല, കൃപയാൽ നീതിയുടെ വസ്ത്രം പ്രസംഗിക്കുവാൻ ഒരു ഭാഗ്യം കിട്ടിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കാര്യത്തിൽ മുന്നോട്ട് പോകുവാൻ കൃപ വേണം, കൃപ വേണം, കൃപ വേണം. നിങ്ങളെല്ലാം ശക്തമായി പ്രാർത്ഥിക്കണം. ഒരാമേൻ പറഞ്ഞാട്ട് വേഗത്തിൽ മുമ്പോട്ട് പോകാം. വീണ്ടും എഫെസ്യ ലേഖനം 4-ാം അധ്യായം 24-ാമത്തെ വാക്യം. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ആരെ ധരിക്കണം? പുതു മനുഷ്യനെ ധരിക്കണം. ഒരുപാട് അർത്ഥമുണ്ട് ആ വാക്യത്തിന്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ ആരാണ്?
പുതിയ സൃഷ്ടിയാണ്. പക്ഷേ ആ പുതിയ സൃഷ്ടിയെ നീ പുതിയ സൃഷ്ടിയായി കൊണ്ടുപോകണം. ഒരു അമ്മയും പറഞ്ഞാട്ട്, വീണ്ടും നീ പഴയതായി മാറരുത്. അടിമനുഖത്തിൽ പിന്നെയും നീ കുടുങ്ങിപ്പോകരുത്. ആ പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനാ പറയുന്ന കർത്താവിൻ്റെ മേശ മുടങ്ങരുത്, ആലയം മുടങ്ങരുത്. അങ്ങനെ ആലയം മുടങ്ങാതെ പോയാൽ ആ പുതു മനുഷ്യനെ നീ മെയിൻറ്റെയിൻ ചെയ്യുകയാണ്. ഒരു അമ്മയും പറഞ്ഞാട്ടെ, മനസ്സിലായോ? സ്നാനപ്പെട്ടപ്പോൾ കിട്ടിയ പുതു മനുഷ്യനെ ആരാധന മുടക്കാതെ പോയാൽ, കർത്താവിൻ്റെ മേശ മുടക്കാതെ പോയാൽ, നീ അതിനെ ധരിച്ച് അതിൽ തുടരുകയാണ്. ഒരു അമ്മയും പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. അഴമേറിയ വചനങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ചിലപ്പോൾ കോമഡി പറയാത്തതുകൊണ്ട് നിങ്ങൾ ചിരിക്കുന്നില്ലായിരിക്കാം. ഹല്ലേലൂയ. ഓക്കെ, എഫെസ്യ ലേഖനം 6-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിച്ചാട്ട്. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ആരുമായിട്ടാണ്? അയലത്ത് വീട്ടിലെ വ്യക്തിയുമായിട്ടല്ല, കൂടെ ജോലി ചെയ്യുന്നതിനുമായിട്ടല്ല, അവൻ്റെ ഉള്ളിലിരിക്കുന്ന പിശാചുമായിട്ടാണ്. അതിന് ബോംബ് പോരാ, അതിന് എന്താ തോക്ക് പോരാ, അതിനെന്തോ വേണം? സർവായുധ വർഗം വേണം. ഒരാമയും പറഞ്ഞാട്ട്, പിശാചിനിടയ്ക്ക് ബോംബുമായിട്ട് പോയാൽ പിശാച് പറയും, ഇതിനൊക്കെ വലിയ ബോംബ് എൻ്റെ ഉണ്ട്. തോക്കുമായിട്ട് പോയാൽ പറയും, ഇതിനൊക്കെ വലിയ തോക്ക് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. പക്ഷേ അവൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു ആയുധമുണ്ട്, അതിൻ്റെ പേരാണ് സർവായുധ വർഗം. ഒരമ്മയും പറഞ്ഞാട്ട് ഒന്ന് ചിരിച്ചേ. സർവായുധ വർഗം എന്താണ്? അതിന്റെ അടുത്ത വാക്യം എന്താണ് പറയുന്നത്? സർവായുധ വർഗം എന്താണ്? 12-ാമത്തെ വാക്യം വായിച്ചേ. എന്താ പറയുന്നത്? സർവായുധ വർഗം എന്താണ്? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും. എന്തിന്റെ അന്ധകാരത്തിന്റെ ലോകാധിപതി ആരുണ്ട് ഇവിടെ? അന്ധകാരത്തിന്റെ. അവനോട് പോരാടാൻ ഗവൺമെന്റിന് കഴിവില്ല. വെളിച്ചത്തിന്റെ മക്കൾക്ക് അവനോട് പോരാടാൻ കഴിയുള്ളൂ. ഇവിടെയാണ് നിന്റെ പ്രാധാന്യം. ഞാൻ പറയാറുണ്ട്, നീ വലിയ പ്രാസംഗികനൊന്നും ആകണ്ട, നീ ഒരുപാട് സ്ഥലമൊന്നും സന്ദർശിക്കണ്ട. നീ ആയിരിക്കുന്ന കൊച്ചു വീട്ടിലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ലെറ്റ് there be light. ഒരു കൊച്ചു മുറിയിൽ ഒരു പാവിരിച്ച് നിന്നെ ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല, ആരും ഒരു നല്ല വാക്ക് പറയാനില്ല. അന്ധകാരത്തോട് പോരാടാൻ കഴിയുമോ? മുട്ടുമടങ്ങി ആടി ശ്രദ്ധിച്ച് കേക്ക്. എന്താ പറയേണ്ടത്? ലെറ്റ് there be light. ബോംബിട്, ആറ്റം ബോംബിനേക്കാൾ പവറുള്ള ബോംബിട്. അയലത്ത് വീട്ടിൽ ബോംബിട്, നിന്റെ മൂക്കിൽ ബോംബിട്, നിന്റെ പട്ടണത്തിൽ ബോംബിട്. എന്ത് ബോംബ്? ഹൈഡ്രജൻ ബോംബല്ല, ആറ്റം ബോംബല്ല, വെളിച്ചത്തിന്റെ ബോംബ്. ഇരുട്ട് തോൽക്കട്ടെ, അന്ധകാരം തോൽക്കട്ടെ, വെളിച്ചം പ്രകാശിക്കട്ടെ. അതിന്റെ ഒരു അനുഗ്രഹത്തിന്റെ ഒരംശം നിനക്ക് കിട്ടിയിരിക്കും. സർവായുധ വർഗം അല്ലേ? എന്താ പറയുന്നത്? അതെന്തൊക്കെയാണെന്ന് ഒന്ന് വായിച്ചൊന്ന് ഉപയോഗിച്ച് പോകാം. എന്തൊക്കെയാണെന്ന് ഓക്കെ. എന്താണ് 13-ാം വാക്യല്ലേ അല്ലേ? എന്തൊക്കെയാണത് സർവായുധ വർഗം? അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. എന്തോ ബെൽറ്റ് കെട്ടിയവര് മാത്രം ഒന്ന് കര ഉയർത്തേ. ബെൽറ്റ് കെട്ടിയവര്. ഓക്കെ, നമ്മളെല്ലാം ബെൽറ്റ് കെട്ടിയിട്ടാണ് വന്നേക്കുന്നത്. അതുപോലെ എന്ത് കെട്ടണം? നമ്മുടെ ആത്മാവാകുന്ന ഘടകത്തിന്റെ അരയ്ക്ക് ബെൽറ്റ്, സത്യമെന്ന ബെൽറ്റ് കെട്ടണം. വീണ്ടും നീതി എന്ന കവചം ധരിച്ചും. കവചം പിന്നെന്താണ്? സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. ചെരുപ്പിട്ടോണ്ട് ഇതിനകത്ത് കയറി ആരെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഞാൻ ഇറക്കി വിടും. ചെരുപ്പിട്ടോണ്ട്. ചെരുപ്പിടാതെ വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഇവിടെ അല്ല, വീട്ടിൽ നിന്ന് ചെരുപ്പിട്ടോണ്ടല്ലേ വന്നത്? ചെരുപ്പിട്ടില്ലേ? ഇട്ട് ചെരുപ്പിട്ടോണ്ടാ വന്നത്. എല്ലാവരും ചെരുപ്പിട്ടോണ്ടാ വന്നത്. പക്ഷെ ഇതൊന്നുമല്ല വിശ്വാസിയുടെ ചെരുപ്പ്. സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കമാണ്. ആ ചെരുപ്പിട്ടോണ്ട് ഇതിനകത്ത് കയറിയവർ മാത്രം കരം ഉയർത്തിയാട്ടെ.
വല്ല മനസ്സിലായോ? നിങ്ങളെല്ലാം ചെരുപ്പിട്ടോണ്ടിരിക്കുക. എന്തൊരു പന്ന പരിപാടി, നല്ല കോട്ടൊക്കെ നല്ല നല്ല ഇതൊക്കെ ചെരുപ്പിട്ടോണ്ടിരിക്കുന്നത്. അതെ, ആ ചെരുപ്പിന്റെ പേരെന്താണ്? സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ചാണ്. എല്ലാം ചെരുപ്പിട്ടവർക്കായി സ്തോത്രം. ചെരുപ്പിട്ട കാൽ എത്ര മനോഹരവും, ചെരുപ്പിട്ട കാൽ എത്ര വേഗത്തിൽ പോകട്ടെ. കൊലോസ്യർ ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വാക്യം. വേഗത്തിൽ കൊലോസ്യർ 3:12. അതുകൊണ്ട് ദൈവത്തിന്റെ വൃദ്ധന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട്. എന്തൊക്കെയാ പറഞ്ഞു പോകാം, സമയം പോകുന്നുണ്ട്. മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിക്കണം. മുമ്പോട്ട് പോട്ടെ. അടുത്ത കൊലോസ്യർ 3:14 വാക്യം വായിച്ച്. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. സ്നേഹം, ദൈവ സ്നേഹത്തിന്റെ ഒരു വസ്ത്രം നിനക്കുണ്ടായിരിക്കണം. എല്ലാവരെയും ആ ദൈവ സ്നേഹത്തിൽ കാണുവാൻ ഒരു അമ്മയും പറയും. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ ഒരു വാക്യം കൂടെ. നിങ്ങളെല്ലാവരും പിണങ്ങാൻ പോകുന്ന വാക്യമാണ് 1 തിമോഥെയോസ് 2:9 വാക്യം. അവണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും. എന്ത് ധരിക്കണം? യോഗ്യമായ വസ്ത്രം ധരിക്കണം. എന്താണ് യോഗ്യമായ വസ്ത്രം? ഒറ്റ വാക്കി പറയാം, അല്പം രസകരമായി പറയാം. മറ്റുള്ളവരുടെ കൺട്രോള് തെറ്റിക്കുന്ന വസ്ത്രം നീ ധരിക്കരുത്. മറ്റുള്ളവരെ വഷളാക്കുന്ന ഡ്രസ്സ് നീ ധരിക്കരുത്. ഒരാമേൻ പറഞ്ഞാട്ടെ. അതാണ് യോഗ്യമായ വസ്ത്രം. അല്ലാതെ ആൺകുട്ടിയുടെ അവനെ ഒരു ഷർട്ട് എടുത്തിട്ട് ഇട്ടാൽ അയോഗ്യത ഇല്ലാത്ത വസ്ത്രമായത്. ഷർട്ട് എത്രയോ പേര് നമ്മുടെ തൊഴിലുറപ്പിന് പോകുന്നു, എല്ലാം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഏതാ? എല്ലാം ഇട്ടിരിക്കുന്നത് ആ ഭർത്താവിൻ്റെ ഡ്രസ്സ്, ഉടുപ്പായിട്ടിരിക്കുന്നത് അല്ലേ? അതിലൊന്നുമല്ല കാര്യം. ഹല്ലേലൂയ, യെസ് ഹല്ലേലൂയ. എന്തായിരിക്കണം? യോഗ്യമായ വസ്ത്രം. ചിന്തിക്കണം, ഒരു വസ്ത്രം ധരിക്കുമ്പോൾ എൻ്റെ വസ്ത്രധാരണം കൊണ്ട് ഞാൻ വെളിച്ചമുണ്ടാക്കുന്നു അതോ ഇരുട്ട് ഉണ്ടാക്കുന്നു? ഒരാമേൻ പറഞ്ഞാട്ടെ. ശരിയാണോ ദിവാസനെ ഞാൻ പറയുന്നത്? ശരിയാണോ? കേൾക്കാവോ? എന്ത് ചിന്തിക്കണം? വേറൊന്നുമല്ല. എൻ്റെ വസ്ത്രധാരണം കൊണ്ട് ഞാൻ വെളിച്ചമുണ്ടാക്കുന്നു അതോ ഇരുട്ട് ഉണ്ടാക്കുന്നു? ഇങ്ങനെ വേണം യോഗ്യമായ വസ്ത്രം ധരിക്കുവാൻ.